യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ വിടുവിക്കും എന്ന് നമ്മളോട് പറയുന്നതായ അനേക വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ ദൈവമുണ്ടെന്ന് അറിയുന്നത്, കേൾക്കുന്നത് സന്തോഷകരമാണ്. പക്ഷേ അങ്ങനെയുള്ള ഓരോ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ വായിപ്പിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് 91 സങ്കീർത്തനം 14 വാക്യം വായിക്കാം. എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഇവിടെ ദൈവം നമ്മോട് പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ. 91 സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത, പല വേദപണ്ഡിതന്മാരും 91 സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനുള്ള ദൈവത്തിൻ്റെ ഇൻഷുറൻസ് പോളിസിയാണ്. നമ്മൾ ഈ പോളിസിയിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നാം പ്രവർത്തിച്ചാൽ നമുക്ക് വേണ്ടതായ സകല സുരക്ഷിതത്വവും ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. എങ്ങനെയാണ് നമ്മൾ അവനോട് പറ്റിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവൻ നമ്മളോടും അടുത്തു വരും. അപ്പോൾ ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം, ദൈവവചനത്തെ അനുസരിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാതെ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും അവനോട് പറ്റിയിരിക്കുന്നതായ വ്യക്തികളാണ്. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 3 യുവാക്കളുണ്ട്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ഈ 3 യുവാക്കൾ അവർ ദൈവത്തോട് പറ്റിയിരുന്നവരായിരുന്നു. ദൈവവചനം വിട്ടു മാറാതെ, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിലേക്ക് പോകാതെ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചും ദൈവത്തെ ബഹുമാനിച്ചും മുന്നോട്ട് പോകുന്ന യുവാക്കൾ. പക്ഷേ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയവരായിരുന്നു ഈ യുവാക്കൾ. അവരുടെ വ്യക്തിത്വവും അവരുടെ വൈജ്ഞാനികമായ കഴിവുകളും കണ്ടുകൊണ്ട് അന്നത്തെ രാജാവ് അവിടുത്തെ ഭരണകാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാൻ ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു. പക്ഷേ അന്നത്തെ കാലത്ത് രാജാവ് എടുത്തൊരു വലിയ തീരുമാനമുണ്ട്. അവനൊരു ബിംബത്തെ ഉണ്ടാക്കി ദൂരാസമഭൂമിയിൽ ആ ബിംബത്തെ പ്രതിഷ്ഠിച്ചു. അതിന് 60 മുഴം ഉയരവും 6 മുഴം വീതിയുമുള്ളതായിരുന്ന ഒരു വലിയ ബിംബമായിരുന്നു. അതിനെല്ലാവരും നമസ്കരിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. വാദ്യഘോഷങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും അതിനെ ആരാധിക്കണം. പക്ഷേ ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ പ്രധാനപ്പെട്ടതായ ചുമതലകൾ ഭരണകാര്യങ്ങളിൽ നിർവഹിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ദൈവത്തെ വിട്ട് ഒരു പരിപാടിക്കും അവരില്ലായിരുന്നു. അവർ ദൈവത്തെ ബഹുമാനിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവ കൽപ്പനകളിൽ മുന്നോട്ട് ജീവിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ കൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. അവർ അവരുടെ ദൈവത്തിൽ ഉറച്ചു നിന്നു. സാധാരണയായിട്ട് നമുക്കറിയാം, രാജകൊട്ടാരത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതലും അവർ രാജാവിനോടാണ് ഭക്തി കാണിക്കുന്നത്. പക്ഷേ രാജാവിനോട് ഇവർ ആദരവ് കാണിക്കുമ്പോഴും രാജകീയ കാര്യങ്ങളിൽ വളരെ സിൻസിയറായി ജോലി ചെയ്യുമ്പോഴും ദൈവിക കാര്യങ്ങളിൽ ഒരു അണുവിട വ്യതിചലിക്കാത്തവരായിരുന്നു ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. പല ആളുകളും ഇങ്ങനെയുള്ള മേഖലകളിൽ ബുദ്ധിമുട്ടാറുണ്ട്. അവർക്ക് ലോകത്തിൽ പല കാര്യങ്ങളിലും പലരെ പ്രസാദിപ്പിക്കേണ്ടതായിട്ടും ഒത്തുതീർപ്പിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ആത്മീക കാര്യങ്ങളിൽ പലരും വളരെ പുറകിലോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇതിനൊരു അപവാദമായിരുന്നു. അവരെന്താ ചെയ്തത്? രാജാവ് നിർത്തിയ ബിംബത്തെ അവർ നമസ്കരിച്ചില്ല. ഈ ഒരു സമീപനത്തെക്കുറിച്ചുള്ള അറിവ് രാജാവിന് കിട്ടിയപ്പോൾ രാജാവ് ഇവരെ ആളയച്ചു, വിളിച്ചു വരുത്തിയിട്ട് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ വീണു വണങ്ങിയില്ലെങ്കിൽ ഈ തീയുടെ ജ്വാല ഞാൻ 7 മടങ്ങ് വർദ്ധിപ്പിക്കുക, നിങ്ങളെ ഇതിൽ ഇട്ട് കളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ചെറുപ്പക്കാർ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, രാജാവേ, അല്ലേലും ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. കാരണം ഞങ്ങളുടെ ദൈവത്തിന് ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. പക്ഷേ വിടുവിച്ചില്ലെങ്കിലും രാജാവേ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. നോക്കിക്കേ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. അവരുടെ ജീവൻ നഷ്ടപ്പെടുവോ എന്നുള്ള
ഒരു ശങ്കയും അവർക്കില്ല. ഇനിയും അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങളുടെ ദൈവത്തെ വിട്ട് ഒരു പരിപാടിക്കും ഞങ്ങളില്ല. നോക്കിക്കേ, ദൈവത്തിനായി തീരുമാനമെടുത്ത് ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവനോട് പറ്റിയിരുന്നാൽ അവൻ നിങ്ങളെ വിടുവിക്കുമെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിന്നെ വിടുവിപ്പാനിടയായിത്തീരും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ആ മാന്യത ദൈവം നിനക്ക് തരാതിരിക്കുകയില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ 3 യുവാക്കളെ അവർ ബന്ധിച്ച് ഈ തീച്ചൂളയിലേക്ക് ഇട്ട് കളഞ്ഞു. പക്ഷേ നമ്മൾ വായിക്കുന്നുണ്ട്, തീയിലേട്ട് ഇവരെ കൊണ്ടുപോയതായ ആ ഉദ്യോഗസ്ഥർ അവിടെ വെന്ത് കരിഞ്ഞു വീണപ്പോൾ ഈ 3 ബാലന്മാരും ആ തീക്കുണ്ടത്തിലൂടെ നടക്കുവാനും നൃത്തം ചെയ്യുവാനും ആരംഭിച്ചു. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച താൻ കാണുകയാണ്. താൻ കാണുന്നു 4മതൊരാൾ, അതും ദൈവപുത്രൻ്റെ സാദൃശ്യത്തോടു കൂടിയുള്ള ഒരുവൻ ഇവരോടൊപ്പം ഈ തീച്ചൂളയിലുണ്ട്. അതിനർത്ഥം എന്താ? ഈ തീച്ചൂളയിൽ ദൈവം ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, നീ സമുദ്രത്തിലൂടെ കടക്കുമ്പോഴും നീ തീയിലൂടെ കടക്കുമ്പോഴും ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിൽ പോലും, ജീവിതത്തിൻ്റെ തീക്കുണ്ടങ്ങളിലാണെങ്കിൽ പോലും ദൈവം നിന്നെ ഒരു നാളും കൈവിടുന്നവനായ ദൈവമല്ല, മറിച്ച് നിന്നെ മാർവോടണച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനായ ദൈവമാണ്. എന്തുകൊണ്ടാണ്? നീ അവനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ ചില സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ദൈവം നിന്നോടുകൂടെയുണ്ട്. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ, അവൻ്റെ വചനത്തെ പ്രമാണിച്ചാൽ, അവന് നീ ബഹുമാനം കൊടുത്താൽ, അവനെ നീ സ്നേഹിച്ചാൽ, അവൻ നിന്നോടുകൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞവനായ കർത്താവ് നമ്മോടുകൂടെ എന്നുമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചന നിമിത്തമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവേ, നീ അവരോട് കൂടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ആൾ.